പോവാ. സ്റ്റാൻഡ് ഏത് റൂട്ടാണോ? ഇത് വയനാടേക്കുള്ള വഴിയാണെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. പോവാ ഗൈസ്, നമ്മളപ്പോൾ മേലെത്തി. ഇവിടുന്ന് എങ്ങോട്ടാടാ? എങ്ങോട്ടൊക്കെ ഇത് എത്തുക? പെരിയ. ഇത് പാൽച്ചുരത്തിലെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കി മേലേക്ക്, അതായത് അഡ്വഞ്ചർ ബൈക്കൊക്കെ ഉള്ളവരാണെങ്കിൽ കാറ് പോകുന്ന റൂട്ടാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. അപ്പോൾ ബൈക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ ആണ്, നൈറ്റൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. റൂട്ട് അടിപൊളിയാണ്. അഫ്കോഴ്സ് ഇത് കാറ് പോകാത്ത റൂട്ട് തന്നെയാണ്. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇതൊരു സ്റ്റീപ്പ് ഹില്ല് തന്നെയാണ്. നമ്മളിപ്പം അപ്പുറത്തെ റൂട്ട്, അതായത് പാൽച്ചുരം ഒഴിവാക്കിയിട്ട് വരുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ചുരം ഒഴിവാകുന്നില്ല, കയറ്റം ഒഴിവാകുന്നില്ല, നമുക്ക് ട്രാഫിക്ക് മാത്രമേ ഒഴിവാകുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വരാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ്. സ്ഥലം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ കണ്ണൂർ, ഇരിട്ടി, ഇപ്പം കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിലും ഒരു റൂട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ വരുന്ന വഴിക്ക് കയറാൻ പാടില്ല എന്നുള്ള സൈൻ ബോർഡൊന്നും ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. മാത്രമല്ല മാപ്പിൽ ഈ ഒരു റൂട്ട് കാണിക്കുന്നുണ്ട്. ഗൈസ്, റോഡ് കഴിഞ്ഞു. ഇല്ല ഗൈസ്, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഓഫ് റോഡ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. ടവറൊക്കെ ഉണ്ട്. BSNL 4G. കൊള്ളാം. അപ്പോൾ റോഡ് ഇല്ല, കഴിഞ്ഞിട്ടില്ല. താഴോട്ടേക്ക് ഒരു ഓഫ് റോഡ് കാണുന്നുണ്ട്. ഓ സൂപ്പർ. നമ്മൾ മേലേക്കല്ലേ? ആ ലൈന് നോക്കണം, ചിലപ്പോൾ കറണ്ട് ഉണ്ടാവും. ഇതൊരു സ്റ്റീപ്പ് ഹില്ലാണ്, പക്ഷേ വിസ്ട്രോം ഇപ്പോൾ സെക്കൻഡിലാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ, അതായത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വിസ്ട്രോം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെ കയറുമ്പോഴും മൈലേജ് നമുക്ക് 10 കിലോമീറ്ററും 12 കിലോമീറ്ററൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതല്ല, നമ്മൾ ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. മേലെ പോയിട്ട് ഒരു കോഫി കുടിക്കണം, ചോക്ലേറ്റ് കോഫി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൊടൈക്കനാൽ പോയ സമയത്തും ചോക്ലേറ്റ് കോഫി തപ്പി ഏകദേശം 64 കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയാണ് കിലാവരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒന്നാമത് കാറിലാണ് പോയത്. അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നതിനുള്ളൊരു മൂഡിലായിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ടൈം കൊടൈക്കനാൽ പോകുന്ന സമയത്ത് എന്തായാലും, അതായത് നമ്മളിനി ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത്, മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും
കൊടൈക്കനാൽ വ്ളോഗ് വരുന്നതായിരിക്കും. അതിനിടയ്ക്ക് ഞങ്ങൾ പോകുന്ന എല്ലാ വ്ളോഗുകളും ചാനലിൽ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഹിമാലയൻ്റെ ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം വണ്ടി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അവരുടെ വണ്ടി ഞാൻ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഒരു വീസ്ട്രോമിൽ നിന്നൊരു അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം വീസ്ട്രോം തന്നെ ഇപ്പം സുസുക്കി ഇപ്പോൾ വീസ്ട്രോം ഇറക്കിയത് 2022-ലാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഗൈസ്. ഓഫ് റോഡ് തുടങ്ങിയപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് 2025-ലെങ്കിലും വരികയാണെങ്കിൽ വീണ്ടും വീസ്ട്രോമിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഈ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസിയും ഇതിൻ്റെ ആ ഒരു പവറും കംഫർട്ടും ആ ഒരു റിലയബിലിറ്റിയും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഏകദേശം വണ്ടി 1 വർഷവും 2 മാസമായി ഞാൻ മേടിച്ചിട്ട് ഇന്നേ വരെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുമാത്രമല്ല ഈ വണ്ടി ഒരു ഓൾറൗണ്ടർ തന്നെയാണ്. ഓഫ് റോഡാണെങ്കിലും ഓൺ റോഡാണെങ്കിലും ടൂറിങ് കംഫർട്ടാണെങ്കിലും എസ്പെഷ്യലി വിത്ത് നമ്മുടെ ഒരു പില്ലിയണിങ് കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി. അപ്പോൾ ഹിമാലയൻ ഞാൻ ആ ഒരു രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പം ഇതിനേക്കാൾ കംഫർട്ട് ഹിമാലയൻ ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിലൊരു സ്വിച്ചിങ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിമാലയൻ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ വീസ്ട്രോമിൻ്റെ ഒരു സെക്കൻഡ് വേർഷനോ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം നിലവിലിപ്പം അപ്ഡേറ്റിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ്. ആകെപ്പാട് എനിക്ക് വീസ്ട്രോമിൽ തോന്നിയ നെഗറ്റീവ് എന്താ വെച്ചാൽ റിയർ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. പ്രീലോഡ് 5-ലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ പില്ലൻ ഉണ്ടെങ്കിൽ ഓഫ് റോഡ് ഈ റോഡൊക്കെ പിന്നെയും സസ്പെൻഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. പിന്നെ ABS ഓഫാക്കാൻ പറ്റാത്തത് ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് ഫ്യൂസ് ഊരിയിട്ടാൽ മതി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതത്ര ഒരു നല്ല സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും എനിക്ക് വീസ്ട്രോം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സത്യം പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ ഇതുവരെ വണ്ടി മേടിച്ചിട്ടില്ല. 2024 വണ്ടി മേടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ പറ്റിച്ചു. പക്ഷേ 2025 ഉറപ്പായിട്ടും അവനെ കൊണ്ട് ഒരു വണ്ടി എടുപ്പിക്കും. ഒന്നുകിൽ ഹിമാലയൻ ആയിരിക്കും, അല്ലെങ്കിൽ വീസ്ട്രോം ആയിരിക്കും, അതല്ലെങ്കിൽ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400 ആയിരിക്കും. അപ്പോൾ ഈ 2 വണ്ടികൾ അവൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. അവനിപ്പോഴും 2-ൽ ഏത് ചൂസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനാണ്. ഈ ട്രയംഫും കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വേണം അൾട്ടിമേറ്റ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു താർ ഓണേഴ്സ് അതുപോലെ അങ്ങനെയുള്ള ജിമ്മി ഓണേഴ്സ് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുന്ന റൂട്ടാണ്. ബൈക്കും കയറിപ്പോവും. അഡ്വഞ്ചർ ബൈക്ക് തന്നെ വന്നില്ല. കമ്പ്യൂട്ടർ ബൈക്കാണെങ്കിലും വണ്ടി ഈസി ആയിട്ട് കയറിപ്പോവും. വാ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മിഡിലെത്തി. ചുറ്റുമല തിക്ക് ഫോറസ്റ്റാണ്. എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഓക്കെ ഓക്കെ ഏകദേശം സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തേയിലത്തോട്ടങ്ങൾ കുറച്ച് ദൂരത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇങ്ങോട്ടും കുറേ ഓഫ് റോഡ്സൊക്കെ കാണുന്നുണ്ട്. അറിയില്ല പോകാൻ പറ്റുമെന്ന്. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയി നോക്കാം. വലിയൊരു വർഷം
റോഡ് ശരിയാണ്. എന്താ പറയാ, നല്ല റോഡ് എന്തായാലും പോകൂല. എന്ത് കിട്ടൊക്കെ ഇല്ലാതെ നാട്. നമ്മളിപ്പോൾ നെടുമ്പോയിൽ ചുരത്തിൻ്റെ മറ്റേ പാൽച്ചുരത്തിൻ്റെ അടക്കമാണ് ഉള്ളത്. ചേട്ടാ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടോ? പെട്രോൾ പമ്പ് നമുക്ക് പോകേണ്ട റൂട്ട് എങ്ങോട്ടാ? നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ശരിക്കും? ബ്ലാക്ക് ആയിട്ടാ? വേണ്ട, നമ്മൾ വെറുതെ ഈ റോഡ് നമ്മൾ ഇരുത്തി എന്താ ചെയ്യുന്നത്? ഈ റൂട്ട് പോ, തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങിയാലോ? അല്ലേ? അതെ, ഈ റൂട്ടും അല്ലേ നല്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു കോഫി കുടിക്കാം. കോഫി കുടിക്കാം. എന്താ കോഫി? അപ്പോൾ ഗൈസ്, നമ്മൾ മേലെ എത്തി. കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് വന്നത്. കാപ്പി കുടിച്ചു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാപ്പിയുടെ കൂടെ ഒരു ബ്രെഡ് ഓംലേറ്റും കൂടെ അടിച്ചു. അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാനാണ് പ്ലാൻ. പിന്നെ വന്ന റോഡ് അങ്ങനെ ആക്ച്വലി ഡയറക്ഷൻസിൽ ഭയങ്കര ബാഡാണ്. അവർ മുന്നേ പോയിട്ടുണ്ട് നേരത്തെ. അവരെ പിടിക്കണം. അവന്മാരെനി കാണുമെന്നറിയില്ല. കാരണം ഒന്നാമത് ഹിമാലയനാണ്. അവർ പറപ്പിച്ച് പോയിട്ടുണ്ടാവും. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അപ്പോൾ സമയമുള്ള സമയത്ത്, അതായത് ഇത്ര റഷാക്കാണ്ട് രാവിലെ വന്ന് ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു വട്ടം കൂടെ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ സൺഡേ ഈവനിങ് ആണ്. നാളെ ഇനി വർക്കിന് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ചടപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു റൂട്ട് പുതിയതായിട്ട് കണ്ടുപിടിക്കണം. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനത്തെ റൈഡുകളൊക്കെ മഴക്കാലത്തേക്ക് മാറ്റി വെക്കാറാണ് പതിവ്. കാരണം മഴക്കാലത്ത് ഈ റൂട്ടുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. ആകെ പച്ചപ്പായി. അതും പച്ചപ്പാണ്, പക്ഷേ ആ മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് അല്ലാത്ത സമയത്ത് പോയാൽ കിട്ടില്ല. ഞങ്ങൾ ഈ വർഷമല്ല, 2024 വാൽപ്പാറ പോയിരുന്നു. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. ഞങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു റൈഡും മറക്കാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം ഇനിയിപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ റോഡ് ടാർ ചെയ്തു. സാധാരണ എല്ലാ ട്രാവലേഴ്സും തമിഴ്നാടും അതുപോലെ കേരളവും കമ്പയർ ചെയ്ത് കുറ്റം പറയുന്ന റോഡാണ് വാൽപ്പാറ റൂട്ട്, ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തൊരു റോഡാണ്. ആ ഒരു കട്ട് റോഡിൽ മഴ പെയ്യുന്ന സമയത്ത് ചളിയൊക്കെ തെറിപ്പിച്ച് ഈ വണ്ടികളിൽ എഴുന്നേറ്റ് നിന്ന് പോകാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേക സുഖമാണ്. അപ്പോൾ അതെല്ലാവർക്കും, ബാക്കിയുള്ള സഞ്ചാരികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. കാറിൽ വരുന്നവർക്കാണെങ്കിലും മറ്റ് ബൈക്കുകൾക്ക് വരുന്നവരാണെങ്കിലും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ റോഡ് താറിയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആ താറിയാത്ത റോഡാണ് എൻജോയ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം പഴയൊരു വൈബോ വാൽപ്പാറ പോകുമ്പോൾ കിട്ടുമോ അറിയില്ല. എന്നാലും ഞങ്ങൾ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യും അടുത്ത മഴക്കാലത്ത്. ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് ഒരുപാട് ട്രിപ്പുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്, അവൻ്റെ വണ്ടിയും കൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദൂരങ്ങളിലേക്ക്, ഇതിപ്പോൾ ഏകദേശം അണ്ടർ 100 കിലോമീറ്റർ മാത്രമേ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ വണ്ടിയും കൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദൂരം
ഞങ്ങൾ ഉറപ്പായിട്ടും ട്രാവൽ ചെയ്യും. സത്യം പറഞ്ഞാൽ ഹാർഡായിട്ട് ഓടിക്കുമ്പോൾ ബീച്ച് ഭയങ്കര ഫണ്ണാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേടിയാണ്. ഓ അപ്പോൾ ഈ ചളി തെറിപ്പിച്ചപ്പോൾ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, ഒരു ഫണ്ണുണ്ടല്ലോ. അതാണ് മഴക്കാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ റോഡൊക്കെ മഴക്കാലത്ത് ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈസ്ട്രോമിൻ്റെ ABS ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. ABS ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ പടമാകേണ്ട സമയം കഴിഞ്ഞു. കാരണം അത്രയധികം ക്ലോസ് കോൾസാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഓവർ സ്പീഡ് കാരണമൊന്നുമല്ല, ചില സമയത്ത് ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടിപൊളി റൂട്ടാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈസ്ട്രോം സ്ലാം ചെയ്ത് ഓടിക്കാൻ പേടിയാണ്. കാരണം ഹിമാലയൻ തന്നെ ഓൾറെഡി അതിൻ്റെ സ്പോക്ക് വീല് ഡെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പം അലോയ് വീല് ഡെൻഡാവില്ല, നേരെ മറിച്ച് പൊട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാനിങ്ങനെ സ്ലാം ചെയ്ത് ഓടിക്കാനൊന്ന് മടിക്കുന്നത്. ഈസ്ട്രോമിൻ്റെ കോൺസെപ്റ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് കേട്ടോ. വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോ സർവീസിൻ്റെ സമയത്ത് അവരടുത്ത് പറയാൻ മറന്നു പോകും. ഇനിയിപ്പം അടുത്ത വരുന്ന 4th ഫ്രീ സർവീസാണ്, അതിലെങ്കിലും കവർ ചെയ്ത് കിട്ടുമോ നോക്കണം. നേരത്തെ എത്തിയ റൂട്ട് എത്തി കേട്ടോ. നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനി ഏതൊരു സമയത്തും വയനാട് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോഡ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. ഇതൊരു മസ്റ്റ് റൈഡ് റോഡാണ് കേട്ടോ. വീഡിയോയിൽ ഇതിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ശരിക്കും നേരിട്ട് കാണാൻ അടിപൊളി റോഡാണ്. കഴിഞ്ഞ തവണ ഓഫ് റോഡ് അടിക്കുന്ന സമയത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അന്ന് പൊട്ടിയതാണ് ഈ മിറർ മാത്രമല്ല, ക്രാഷ് ഗാർഡും ചെറുങ്ങനെ ഒന്ന് ബെൻഡായിപ്പോയി. ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വണ്ടിയുടെ സസ്പെൻഷനും അതുപോലെ അലോയ്ക്കൊക്കെ പണി വരുന്നത്. മാത്രമല്ല നമ്മുടെ സസ്പെൻഷൻ ട്രാവൽ കുറവായതുകൊണ്ട് സസ്പെൻഷൻ പെട്ടെന്ന് ബോട്ടം ഔട്ട് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ അത്ര ഹാർഡായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഫ്രണ്ട് സസ്പെൻഷൻ ആകെ 120 mm ട്രാവലുള്ളൂ, ഒരു കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ സസ്പെൻഷൻ ട്രാവലേ ഉള്ളൂ. പക്ഷേ എനിക്കിതുവരെ അത് ഹാർഡായിട്ടോ ബോട്ടം ഔട്ട് ആയതായിട്ടോ തോന്നിയിട്ടില്ല. ഞാൻ അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, റൂട്ട് എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഡേ ആണ്. വരുമ്പോൾ ഈ റോഡൊക്കെ കണ്ടില്ലല്ലോ ഗൈസ്, നോക്കിയേ എന്ത് ഭംഗിയല്ലേ. പൊളിക്കുന്നുണ്ട്. ക്യാമറയിൽ നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം പോലും ക്യാമറയിൽ എന്താ വീഡിയോയിലൊക്കെ സ്റ്റീപ്പാണ് മനസ്സിലാവുന്നില്ല. ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കാറൊക്കെ പോകുമായിരിക്കും.
നല്ല ആൾക്കാർ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്, ചിരിക്കുന്നുണ്ട്. നാട്ടുകാർ മേലെ നിന്ന് കണ്ടവർ ഒരുപാട് പേര് ചിരിച്ചു. അപ്പോൾ വളരെ കൂളായി ചില്ലായ നാട്ടുകാർ. ഇതൊക്കെ മൈലേജ് നോക്കിയാൽ 99.9. നമ്മൾ ത്രോട്ടിൽ വിടുന്ന സമയത്ത് കിട്ടുന്ന മൈലേജാണ് ഇത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളുടെ ഒരു ബെനിഫിറ്റാണത്. കാരണം നമ്മൾ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ത്രോട്ടിയറിൽ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും. കാരണം ഫ്യൂലപ്പോൾ കട്ട് ഓഫ് ആവും. വണ്ടി നമ്മൾ എൻജിൻ ഓഫാക്കിയിട്ട് ഗിയറിലിട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അതേ ഫീലാണ് സാധാരണ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് മാക്സിമം മൈലേജ് കിട്ടും. ഇപ്പോൾ കാർബറേറ്റർ വണ്ടി ആണെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ന്യൂട്രലിട്ടാൽ മാക്സിമം മൈലേജ് കിട്ടും. കാർബറേറ്റർ വണ്ടികളുടെ എൻജിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ഫ്യൂല് കൂടുതലെടുക്കും. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളാണെങ്കിൽ ത്രോട്ടിൽ വിട്ടിട്ട് എൻജിൻ എത്രത്തോളം റബ്ബ് ചെയ്യുന്നു, എത്രത്തോളം RPM വരുന്നു അത്രയും ഫ്യൂല് കട്ട് ഓഫ് ആവുക ചെയ്യുക. അപ്പോൾ ഇനി ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾ പുതിയ കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും ആരെങ്കിലും പെട്രോൾ ലാഭിക്കാൻ വേണ്ടി ന്യൂട്രലിട്ട് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. അത് ബ്രേക്ക് പാഡും തീരും. എൻജിൻ ബ്രേക്കിങ്ങിലാണ്ട് ഇറങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പെട്രോൾ നഷ്ടമാവും, ടോട്ടൽ നഷ്ടമാവും. സോ ഗൈസ്, നമ്മൾ ഏകദേശം നാട്ടിലെത്താറായി. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് റോഡുണ്ട്. ഇതെൻ്റെ സ്ഥിരം റൂട്ടാണ് കേട്ടോ. അപ്പുറത്ത് നല്ലൊരു റോഡുണ്ട്. ഞാൻ ഈ വഴി മാത്രമേ വരാറുള്ളൂ. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇനി വൈകാതെ തന്നെ അടുത്ത ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.